ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ കുറേ ആയി എൻ്റെ അടുത്ത് എല്ലാ കുട്ടികളും അങ്ങനെ മെസ്സേജ് അയച്ചിട്ടും കമൻ്റായിട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട്, ചേച്ചി പാർട്ട് 2 എപ്പോഴാണ് ചെയ്യണേന്ന് എപ്പോഴും കുറേ ആയിട്ടോ ചോദിക്കാൻ തുടങ്ങിയിട്ട്. സത്യമായിട്ടും എല്ലാവർക്കും സോറി. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ള സമയം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് സത്യം. ഒരു വീഡിയോ ചെയ്യാനുള്ള ടൈം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര ദിവസമായിട്ട് ചെയ്യാനിത്. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. മഞ്ചേരി അർബൻ ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് സത്യമായിട്ട് ഇപ്പോൾ ബാങ്ക് ഉള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ഒന്നിനും ഒഴിവ് കിട്ടില്ല, ഫുൾ ബിസി ആയിരിക്കും. പിന്നെ ബാങ്ക് ഇല്ലാത്ത ദിവസങ്ങളിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇന്ന് ബാങ്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ അതായത് കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമൻ്റായിട്ട്. അപ്പോൾ അവരുടെ കമൻസിനുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആൻസറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ കമൻസിൽ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആകെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റക്കായി നിൽക്കുകയാണ്. എനിക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ CSEB എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 1:2 കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ പഠിക്കാനൊന്നും പറ്റാണ്ട് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അതായത് നമ്മളൊരു എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ മുന്നിൽ പല പ്രതിസന്ധികളും നമ്മുടെ മുന്നിൽ വരും. അങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രതിസന്ധി ആയിട്ടാണ് നിങ്ങൾ ഈ 1:2 കാണാൻ പാടുള്ളൂ. അതായത് ഈ 1:2 ആയിട്ടില്ല, ആയി എന്ന് പറഞ്ഞിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല, അതാകാൻ പോകുന്നു എന്നാണ് കേട്ടിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ കുട്ടികളും സാറുമാരൊക്കെ ചേർന്നിട്ട് ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ഒരുപാട് മന്ത്രിമാരെ കണ്ടിട്ടൊക്കെ ഒരുപാട് നിവേദനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിലെ PSC പോലെയുള്ള ഒരു എക്സാം തന്നെയാണ് CSEB എക്സാം. എല്ലാവർക്കും അറിയാലോ, PSC പോലത്തെ ഒരു എക്സാമാണ് CSEB എക്സാം. ഈ PSC ഒരു ദിവസം കൊണ്ട് നിർത്തലാക്കുകയാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾ സമ്മതിച്ചു കൊടുക്കുമോ? അല്ല, നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ PSC ഒക്കെ ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം 1:2 ആക്കുകയാണ് അങ്ങനെയാണെന്നാണ് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും? അൺഎംപ്ലോയ്മെൻ്റ് ആണ് കൂടുതൽ വരിക. അതായത് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ ഇങ്ങനത്തെ എക്സാമുകൾ എഴുതുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ പൈസ കൊടുത്ത് കയറാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ, നമ്മളെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ എക്സാം എഴുതുന്നുണ്ട് അല്ലേ? അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആവുക എന്ന് പറയുമ്പോൾ അതാരും സമ്മതിച്ചു കൊടുക്കില്ല. നമ്മളൊക്കെയല്ലേ വോട്ട് ചെയ്യുന്നത്, നമ്മളൊക്കെയല്ലേ നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? അപ്പോൾ അതൊന്നും ഒരിക്കലും ആകാൻ പോകുന്നില്ല. നിങ്ങൾ അതൊന്നും ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം അങ്ങനെ 1:2 ഒക്കെ ആവുകയാണെന്ന് പറഞ്ഞിട്ട് ഇതും കേട്ടിട്ട് പഠിക്കാതിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരിക്കും. പിന്നെ ചില കുട്ടികളുണ്ടായിരിക്കും എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തും, അങ്ങനെ വേണ്ടി പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഇതൊക്കെ കേട്ട് തളർന്നിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊരിക്കലും അത് കേട്ട് തളർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ തളർത്താൻ 100 പേരുണ്ടായിരിക്കും. നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല, നിന്നെ പോലെ ഒന്നിനൊന്നും കാണരുത്, അങ്ങനെയൊക്കെ പറയാൻ പല ആൾക്കാരും ഉണ്ടായിരിക്കും. അതൊന്നും കേട്ട് തളരുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നും കേട്ട് തളരാതെ അടിപൊളിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇപ്പോൾ നിങ്ങൾ എക്സാം നടക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങളെ വിട്ടു പോകും. നമ്മൾ ഒരാഴ്ച ബുക്ക് എടുക്കാതിരുന്നാൽ എന്തായിരിക്കും? ഒരാഴ്ച നമ്മൾ ബുക്ക് എടുക്കാതിരുന്നാൽ നമ്മൾ പഠിച്ചതൊക്കെ എന്തായിരിക്കും? എന്തായാലും നമ്മൾ മറന്നു പോകൂലേ? അപ്പോൾ നിങ്ങളുടെ ബാക്കിലുള്ള കുട്ടികൾ
അതായത് നിങ്ങളുടെ ബാക്കിൽ ജസ്റ്റ് പഠിത്തം സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുണ്ടായിരിക്കും. അവരെന്തായിരിക്കും, അവർ ഈ ഗ്യാപ്പിൽ നന്നായി പഠിക്കും. അങ്ങനെ അവരെന്താവും, മുന്നിലെത്തും. അങ്ങനെ ഒരു എക്സാം അടുത്തത് നടക്കുകയാണെങ്കിൽ അവർക്കായിരിക്കും എന്ത് കിട്ടുക, കൂടുതൽ റാങ്ക് കിട്ടുക. അവരായിരിക്കും മുന്നിൽ വരിക. ഈ അത്യാവശ്യം പഠിച്ചിട്ട് ബുക്ക് തൊടാതെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരെന്താവും, ബാക്കിലായി പോകും. നിങ്ങൾ ഇങ്ങനെയുള്ളതൊന്നും കേട്ട് ദയവീത് തളരാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്നവരെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പഠിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആമയുടെയും മൊയലിൻ്റെയും കഥയൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആമയുടെയും മൊയലിൻ്റെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് നമ്മുടെ മൊയലിന് തന്നെയാണ് എന്ത്, ഓടാനുള്ള കഴിവ്. ആമയ്ക്ക് മെല്ലെ അരിച്ചു പോകാനുള്ള കഴിവാണുള്ളൂ. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ മൊയൽ എന്ത് ചെയ്തു, കുറേ അങ്ങോട്ട് ഓടിയപ്പോൾ ആമേനെ കാണുന്നില്ല. ഓ, അവനൊന്നും എന്നെക്കാട്ടിലും മുന്നിലെത്താൻ കഴിയില്ല പറഞ്ഞിട്ട് നമ്മുടെ മൊയൽ ചേട്ടൻ എന്ത് ചെയ്തു, കടന്നുറങ്ങി. ആ ഗ്യാപ്പിൽ നമ്മുടെ ആമക്കുട്ടൻ എന്ത് ചെയ്തു, ഗോൾ അടിച്ചു. അതന്നെയാണ് എനിക്കും പറയാനുള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ, അതായത് എക്സാം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പിൽ പഠിക്കാതെ റെക്കമെൻഡേഷനിലാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തളർത്തുന്നവരോട് അതും കേട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും എത്താൻ കഴിയില്ല. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ചോളൂ. കിട്ടിയ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാം എന്തായാലും അടുത്ത് വരും. 1:2 ഒന്നും ആയിട്ടില്ല. അത് കേട്ട് തളർന്നിരിക്കരുത്. ഒരിക്കലും നമ്മുടെ കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു കുത്തകയുമില്ലല്ലോ. പൈസ ഉള്ളവർക്ക് മാത്രമാണ് ജോലി എന്ന് പറയുമ്പോൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമോ വർക്ക് ചെയ്യാൻ? അതൊന്നും നടക്കില്ല. അതൊന്നും കേട്ട് തളരരുത്. നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പം അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്. എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.